വയനാട്ടിൽ ഒരു കാര്യം, ഈ മൂന്നാം സീറ്റ്, മുസ്ലിം ലീഗിൻ്റെ മൂന്നാം സീറ്റ് വിവാദ സമയത്ത് മുസ്ലിം ലീഗ് വയനാട് ചോദിക്കുമായിരുന്നു ഈ സീറ്റ് ചർച്ചകളിൽ. അപ്പോൾ ഇപ്പോൾ അവരുടെ സ്റ്റാൻഡ് മൂന്നാം സീറ്റ് വേണ്ട. കുഞ്ഞാലിക്കുട്ടി അത് പരസ്യമായിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് മൂന്നാം സീറ്റ് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ രാഹുൽ ഗാന്ധി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ പല കോണുകളിൽ നിന്ന് ഈ മുസ്ലിം പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള വിമർശനം വരുമ്പോൾ കോൺഗ്രസ് ചിലപ്പോൾ ഒരു മുസ്ലിം ക്യാൻഡിഡേറ്റിനെ അവിടെ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. കോൺഗ്രസിനകത്ത് തന്നെ നടക്കുന്ന ചർച്ചകളിൽ പലതരത്തിലുള്ള പേരുകൾ വരുന്നുണ്ട്. ഈവൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പേര് പോലും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ വരുമോ എന്ന് നമുക്കറിയില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പേര് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പുതുമുഖങ്ങളുടെയൊക്കെ പേര് വരുന്നുണ്ട്. ജ്യോതി വിജയകുമാർ, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ജ്യോതി, ഒരു വനിതാ സ്ഥാനാർത്ഥി വേണം, അങ്ങനെയാണെങ്കിൽ ജ്യോതി പറ്റും എന്ന് ചിലരൊക്കെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഷാനിമോൾ ഉസ്മാൻ്റെ പേര് പറയുന്നുണ്ട്. അതാകുമ്പോൾ വനിതയുമാവും മുസ്ലിമുമാവും. ഷമാ മുഹമ്മദിൻ്റെ പേര് പറയുന്നുണ്ട്. KP നൗഷാദിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. അങ്ങനെ പല പേരുകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ഷുവർ സീറ്റാണത്. അവർക്ക് ആരെ നിർത്തിയാലും വിജയിപ്പിക്കാൻ കഴിയും. അങ്ങനൊരു വലിയ ആൾ വന്ന് മണ്ഡലം പിടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കിട്ടിയ വോട്ട് തന്നെ കിട്ടിയാൽ തന്നെ ചിലപ്പോൾ ജയിച്ചു പോകും. അങ്ങനത്തെ ഒരു മണ്ഡലമാണത്. അപ്പോൾ അതുകൊണ്ട് അവർക്കത് അത്ര വലിയ പ്രശ്നമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാലക്കാടായിരിക്കും ഒരു പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു സ്ഥലം. കാരണം കഴിഞ്ഞ തവണ ഷാഫി ഏതാണ്ട് 3000 വോട്ടിനാണ് ജയിച്ചത്. അതും വോട്ടെണ്ണലിൻ്റെ അവസാന റൗണ്ടിലാണ് അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞത്. കാരണം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഈ ശ്രീധരൻ ഷാഫിക്ക് നൽകിയത്. അപ്പോൾ പാലക്കാട് BJPയെ സംബന്ധിച്ചും അവർക്കൊരു എഡ്ജുള്ള സ്ഥലമാണ്. അവർക്ക് വേണമെങ്കിൽ ഒരു അസംബ്ലിയിലേക്ക് രണ്ടാം എൻട്രി പാലക്കാട് സംഭവിക്കുമോ എന്നൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാം. അവർക്ക് ജയിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലം കൂടിയാണത്. പാലക്കാട് ഇതുവരെ ജയിച്ചിട്ടില്ലെങ്കിലും ജയിക്കാൻ സാധ്യത കൂടിയുണ്ട്. അപ്പോൾ അവരും ഒരു മികച്ച സ്ഥാനാർത്ഥി അവിടെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രൻ ആയിരിക്കും അതിൻ്റെ ഒരു നിയോഗം ഏറ്റെടുക്കേണ്ടി വരികയെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. എന്നാലും അവരൊരു നല്ലൊരു സ്ഥാനാർത്ഥി വയ്ക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ കോൺഗ്രസ്സിന് ഒരുപാട് ചോയ്സസ് ഉണ്ട് അവിടെ നിർത്താൻ വേണ്ടി. അതിലിപ്പോൾ പ്രധാനപ്പെട്ട പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ, അതുപോലെ VT ബൽറാം, അങ്ങനെ പല പേരുകളും ഉയർന്നു. യുവനേതാക്കൾ തന്നെ ഇറക്കാൻ, ഷാഫിക്ക് പകരം ഒരു യുവമുഖം അവിടെ ഇറക്കാനാണ് സാധ്യത. നല്ലൊരു മത്സരം. ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയമായൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് പാലക്കാടായിരിക്കുമെന്ന് നമുക്ക് കരുതാം. മറ്റൊന്ന് ചേലക്കരയാണ്. ചേലക്കര എന്ന് പറഞ്ഞാൽ K രാധാകൃഷ്ണൻ പലവട്ടം തുടർച്ചയായിട്ട് ജയിക്കുന്ന, വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ ഈ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ചേലക്കരയിൽ, അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ വളരെ കുറവാണ്. ഏതാണ്ട് 5000 സംതിങ് വോട്ടുകൾക്കാണ് അദ്ദേഹത്തിനവിടെ ഭൂരിപക്ഷമുള്ളത്. അതായത് ഈ തോറ്റപ്പോഴും രമ്യ ഹരിദാസൻ ചേലക്കരയിൽ ഇദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചു. ആ വോട്ട് എങ്ങനെ കുറഞ്ഞു? അത് BJP കൊണ്ടുപോയിട്ട്. കാരണം BJPക്ക് വലിയ തോതിൽ വോട്ട് ഉയർന്നൊരു മണ്ഡലം കൂടിയാണ് ആലത്തൂർ. അപ്പോൾ അത് BJPയിലേക്കാണ് പോയത്. അങ്ങനെയാണെങ്കിൽ ചേലക്കര മണ്ഡലത്തിൻ്റെ ഇതുവരെയുള്ള സ്വഭാവം ഇനി മാറുമോ? ഉപതെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണേണ്ടി വരുമോ? അങ്ങനെയാണെങ്കിൽ BJPക്ക് അവിടെ ഒരു സ്കോപ്പ് ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരിക്കണം. കാരണം എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് വളരെ ശ്രദ്ധേയമായിരിക്കും. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടുടനെ നടക്കുന്നതായതുകൊണ്ട് കേരളത്തിൽ ഈ വോട്ടിംഗ് പാറ്റേണിൽ വരുന്ന മാറ്റം, ആ മാറ്റം ഒരുപക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിൽ കുറേ കൂടി ദൃശ്യമാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറേ കൂടി ദൃശ്യമാകും. അത് ഇരു മുന്നണികൾക്ക്, LDFനും UDFനും ഒരു മുന്നറിയിപ്പ് കൂടിയാകും ഈ ഉപതെരഞ്ഞെടുപ്പ് പോലെ എന്നാണ് ഞാൻ കരുതുന്നത്.